Hi everyone, welcome to my classroom Structural Analysis 2. This is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Module 5, Beams Curved in Plan. Today's topic, semicircular beams fixed at two ends and subjected to central concentrated load W. Module 5, Beams Curved in Plan. Problem number 4, Derivation. Question. Semicircular beams fixed at two ends and subjected to central concentrated load W. Okay. Semicircular beam fixed at two ends and subjected to a central concentrated load W. Okay. Curved beam ആണ്. നമ്മൾ നേരത്തെ ചെയ്ത 3 ഡെറിവേഷനും ക്വാർട്ടർ സർക്കുലർ കാന്റിലിവർ ബീം ആയിരുന്നു. ഇത് സെമി സർക്കുലർ ബീം ആണ്. 2 എൻഡ്സ് ഫിക്സ്ഡ് ആണ്. സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്. സി നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ. ഓക്കെ, ഫിഗർ വരയ്ക്കാം. സെമി circular fixed at two ends. Suppose this is end A and end B. Subjected to central concentrated load here W. Take this as center C. Okay, A, B, C. Semicircular beam fixed at two ends subjected to a central concentrated load W. Clear? ഇതാണ് നമ്മൾക്ക് ഡെറിവേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ ഇനി ഇതിനെ അനലൈസ് ചെയ്യാം? ഓക്കെ, ബീം അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നും കൂടി ഫിഗർ വരയ്ക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, സെമി സർക്കിൾ ആണ്. A, B, and this is C. Okay. Okay. നമുക്ക് റേഡിയസ്, സെമി സർക്കിളിന്റെ റേഡിയസ് R ആണ്. സെമി സർക്കിളിന്റെ റേഡിയസ് R ആണ്. റേഡിയസ് ഓഫ് ദ സെമിസർക്കിൾ R. ഓക്കെ, നമ്മുടെ ബീം, ഈ ഒരു ബീം സിമെട്രിക് സ്ട്രക്ചർ ആണ് വിത്ത് സിമെട്രിക് ലോഡിംഗ്. സിമെട്രിക് സ്ട്രക്ചർ ആണ് വിത്ത് സിമെട്രിക് ലോഡിംഗ്. ഓക്കെ, ലോഡ് കോൺസെൻട്രേറ്റഡ് ലോഡ് W, സിമെട്രിക് ലോഡിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഡ്യൂ ടു ദിസ് സിമെട്രി നമ്മുടെ സെന്റർ സെക്ഷൻ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സി. ദിസ് ഇസ് സെന്റർ സെക്ഷൻ സി. ഓക്കെ, നമുക്ക് ഈ ഒരു ആംഗിള് ആൽഫ, ദിസ് ആംഗിൾ ഈസ് ആൽഫ, സെന്റർ പോയിന്റ് സി, റേഡിയസ് ആർ. ക്ലിയർ അല്ലേ ഇപ്പോ? യെസ്. ഓക്കെ, ഡ്യൂ ടു സിമെട്രി സെന്റർ സെക്ഷൻ സിയിൽ നമുക്ക് ഷിയറും ടോർഷണൽ മൊമെന്റും, ഷിയർ ആൻഡ് ടോർഷണൽ മൊമെന്റ് ആർ 0 ആണ്. നമുക്ക് ഒൺലി ബെൻഡിങ് മൊമെന്റേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സെന്റർ പോർഷൻ സിയിൽ ബെൻഡിങ് മൊമെന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെന്റും 0 ആണ്. ഓക്കെ, എന്തുകൊണ്ടാ? ഡ്യൂ ടു സിമെട്രി സെന്റർ സെക്ഷൻ സിയിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെന്റും 0 ആണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് നമുക്ക് എന്താ M0 ആയിട്ട്, ഇവിടെ ഉള്ള ബെൻഡിങ് മൊമെന്റ് M0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് M0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണോ? യെസ്.
ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫിഗർ വരച്ചിരിക്കാം. ഓക്കെ, സെമി സർക്കിൾ, ദിസ് ഇസ് എ ബി, സെന്റർ പോർഷൻ സി, ഓക്കെ, റേഡിയസ് ആർ ആൻഡ് ദിസ് ആംഗിൾ ഈസ് ആൽഫ. നമുക്ക് മൊമെന്റ്, ദിസ് ഇസ് സി, മൊമെന്റ് m0 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? മൊമെന്റ് m0 മാത്രമേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സിയില് ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെന്റും നമുക്ക് 0 ആണ്. ഇത് നമുക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ നമ്മൾ ബെൻഡിങ് മൊമെന്റ് m0 ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സെമി സർക്കുലർ ബീമിനെ നമുക്കിപ്പോൾ അനാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെന്റും നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ടോർഷണൽ മൊമെന്റ് ഡയഗ്രവും നമുക്ക് ഡ്രോ ചെയ്യണം. സോ നമുക്ക് അനാലിസിസിലേക്ക് കയറാം. നമുക്ക് ഇത് സെമി സർക്കിൾ ആണ്. സെന്റർ പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഡ്യൂ ടു സിമെട്രി കാരണം ഇവിടെ ബെൻഡിങ് മൊമെന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദർ ഇസ് നോ ഷിയർ ഫോഴ്സ് ആൻഡ് ടോർഷണൽ മൊമെന്റ്. സോ നമുക്ക് ഹാഫ് സെക്ഷൻ കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് ക്വാർട്ടർ സർക്കിൾ ആയിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്തിട്ട് അനാലിസിസിലേക്ക് കയറാം. ഓക്കെ, ക്വാർട്ടർ സർക്കിൾ. സോ ഈ ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, എ ബി ആൻഡ് ദിസ് ഇസ് സി. ക്വാർട്ടർ പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുക. സോ ബെൻഡിങ് മൊമെന്റ് m0, ദിസ് ഈസ് ആർ ആൻഡ് ദിസ് ആംഗിൾ ഈസ് ആൽഫ. സോ നമ്മൾ ഇതാണ് സി സെന്റർ പോർഷൻ ആയിട്ട് എടുത്തത്. നമുക്ക് ഇനി എന്താ കൺസിഡർ 1/2 ഓഫ് ദ സെക്ഷൻ. നമുക്ക് 1/2 ഓഫ് ദ സെക്ഷൻ കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് ക്വാർട്ടർ സർക്കിൾ. ദെൻ ഇത്രയും പോർഷൻ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. ദിസ് എൻഡ് ഈസ് ഫിക്സ്ഡ്. ഓക്കെ, മാത്രം കൺസിഡർ ചെയ്യാം. സോ നമുക്ക് ഇതിനെ ഡി ആയിട്ട് എടുക്കാം. സെക്ഷൻ ഡി. ഓക്കെ, അറ്റ് സെക്ഷൻ ഡി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് ഉണ്ട്, ബെൻഡിങ് മൊമെന്റ് ഉണ്ട്, ടോർഷണൽ മൊമെന്റ് ഉണ്ട്. സോ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു ഡി. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ഡിസ്റ്റൻസ് നമുക്ക് y ആയിട്ട് കൺസിഡർ ചെയ്യാം. ദിസ് ഡിസ്റ്റൻസ് y ആൻഡ് ദിസ് ഡിസ്റ്റൻസ് നമുക്ക് x ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് r ആയിട്ട് എടുത്താൽ ദിസ് ഡിസ്റ്റൻസ് ടേക്ക് ഇറ്റ് ആസ് x ആൻഡ് ദിസ് y. ക്ലിയർ? The y and this is x. Okay, this is C and this section is D. ഇതാണ് പറഞ്ഞത്. സോ ഷിയർ ഫോഴ്സ് നമ്മൾ എഫ് ആയിട്ടാണ് ഷിയർ ഫോഴ്സിനെ ഡിനോട്ട് ചെയ്ത്. ഷിയർ ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കിവിടെ സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് W ആയിരുന്നു. നമ്മൾ ഹാഫ് സെക്ഷൻ ആണ് കൺസിഡർ ചെയ്തത്. സോ നമുക്ക് ഷിയർ ഫോഴ്സ് എന്താ? W/2. ഓക്കെ, നമുക്ക് W/2 ആണ്. സോ ഞാൻ ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ ഒന്നിവിടെ വരയ്ക്കാം. ഷിയർ ഫോഴ്സ് വേരിയേഷൻ ആണ്. Okay, this is center point O. Okay, this is B and this is A and this point C, center portion. Okay, ഇതാണ് ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് W/2 ആണ്. സോ ദിസ് ഇസ് പോസിറ്റീവ്. This portion is W/2, this portion is W/2 and here it is W/2, here it is W/2. Okay, നമുക്ക് സെൻട്രലിൽ W കോൺസെൻട്രേറ്റഡ് ലോഡ് ആയിരുന്നു ആക്ട് ചെയ്യുന്നത്. ഇതാണ് വേരിയേഷൻ ഓഫ്
shear. Okay, negative, this is positive. Shear force diagram clear ആയല്ലോ. നമ്മൾ ഹാഫ് സെക്ഷനെ ഇപ്പൊ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അനാലിസിസിന് വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ഒരു സെക്ഷൻ എടുത്തു, ഡി, അതാണ് സെക്ഷൻ ഡി. നമുക്ക് അവിടെ ഷിയർ ഫോഴ്സ് ഉണ്ട്. ഷിയർ ഫോഴ്സിനെ നമ്മൾ എഫ് ആയിട്ട് ഡിനോട്ട് ചെയ്തത് ഇറ്റ് ഈസ് W/2. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് വരച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് എടുക്കാം. നമ്മൾ സെക്ഷൻ ഡി ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് നമ്മളെ എം ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, എം, ഈ ഫിഗറിലേക്ക് നോക്കുക. എം നമുക്ക് ഇവിടെ നമുക്ക് മൊമെന്റ് ഉണ്ട്. സോ നമ്മള് സെന്റർ ഡ്യൂ ടു സിമെട്രി ആണ് അറ്റ് സെന്ററിൽ സിയില് ഷിയറും ടോർഷണലും 0 ആണ്. ബെൻഡിങ് മൊമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെക്ഷൻ ഡി ആണ് കട്ട് സെക്ഷൻ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, ഡി ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇവിടെ മൊമെന്റും ഉണ്ട്, നമുക്ക് W/2 ഫോഴ്സും ഉണ്ട്, രണ്ടുമുണ്ട്. സോ ബെൻഡിങ് മൊമെന്റ് എടുക്കുക. നമ്മൾ ബെൻഡിങ് മൊമെന്റ് എടുത്തപ്പം സൈൻ കൺവെൻഷൻ പറഞ്ഞത് സാഗിങ് പോസിറ്റീവും ഹോഗിങ് നെഗറ്റീവ് ആയിരുന്നു. സോ നമുക്ക് ഇവിടെ M0 കോസ് ആൽഫയുണ്ട്. M0 കോസ് ആൽഫ. ഓക്കെ, സാഗിങ് ആണ്, പോസിറ്റീവ്. ഇനി നമുക്ക് എന്താ, ഫോഴ്സ് ഉണ്ട് W/2, ഇറ്റ്സ് ഹോഗിങ്. ഓക്കെ, സാഗിങ് ആയിരുന്നു M0 കോസ് ആൽഫ. ആൻഡ് നമുക്ക് ഹോഗിങ് മൊമെന്റ് ഉണ്ട് -W/2 R സൈൻ ആൽഫ. ഓക്കെ, ഇതാണ് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് സൈൻ എടുക്കുമ്പം x/R വരും, ദാറ്റ് ഈസ് R സൈൻ ആൽഫ. W/2 R സൈൻ ആൽഫ. ഓക്കെ, നമുക്ക് ബെൻഡിങ് മൊമെന്റ് കിട്ടി. മൊമെന്റ് ഉണ്ട് M0, അത് വെച്ചിട്ടുള്ളതും ഉണ്ട്. ഫോഴ്സ് W/2 വെച്ചിട്ടും ഉണ്ട്. ഇനി നമുക്ക് ടോർഷണൽ മൊമെന്റ്. ഇക്വേഷൻ. ടോർഷണൽ മൊമെന്റിനെ നമ്മൾ T എന്നാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, ടോർഷണൽ മൊമെന്റ് നമുക്ക് ഡ്യൂ ടു M0 ഉണ്ട്, ഡ്യൂ ടു W/2 ഫോഴ്സ് ഷിയറും വെച്ചിട്ടും ഉണ്ട്. സോ ഇറ്റ് ഈസ് M0 വെച്ചിട്ട് നമുക്ക് ക്ലോക്ക് വൈസ് ആണ്. M0 വെച്ചിട്ട് നമുക്ക് വരുന്നത് ക്ലോക്ക് വൈസ് ആണ്. ട്വിസ്റ്റ് ശ്രദ്ധിക്കണം, കട്ട് സെക്ഷൻ ഡി ഇതാണ്, ക്ലോക്ക് വൈസ് ആണ്. സോ ക്ലോക്ക് വൈസ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവും ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണ്. -M0 സൈൻ ആൽഫ. ഓക്കെ, പിന്നെ നമുക്ക് ഈ y ഇങ്ങോട്ടുള്ളതും ഉണ്ട്. ഇറ്റ് ഈസ് W/2 എന്താ, നമുക്ക് കോസ് എടുക്കണം. ഇറ്റ് ഈസ് R/1 കോസ് ആൽഫ. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ കോസ് എടുക്കുമ്പോ എന്താ, കോസ് ആൽഫ ഈക്വൽ ടു എന്ത് വരും, R - Y/R. R - Y ഈക്വൽ ടു R കോസ് ആൽഫ. ഓക്കെ, Y ഈക്വൽ ടു R - R കോസ് ആൽഫ, ദാറ്റ് ഈസ് R/1 കോസ് ആൽഫ. ഇങ്ങനെയാണ് നമുക്ക് W/2 R/1 കോസ് ആൽഫ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇക്വേഷൻസ് കിട്ടി. നമ്മൾ ഹാഫ് സെക്ഷൻ ആണ് അനാലിസിസിന് വേണ്ടിയിട്ട്, ഹാഫ് സെക്ഷൻ ക്വാർട്ടർ സെക്ഷൻ ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ക്വാർട്ടർ സെക്ഷൻ കൺസിഡർ ചെയ്തതിനകത്ത് നമ്മൾ കട്ട് സെക്ഷൻ ആയിട്ട് സെക്ഷൻ ഡി എടുത്തു. ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഷിയർ ഫോഴ്സ് അപ്പൊ നമുക്ക് സെന്ററിൽ W ആയിരുന്നു. സോ നമ്മൾ ഹാഫ് സെക്ഷൻ എടുത്തു. W/2 ആണ് ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ വരച്ചു. നമുക്കിനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ടോർഷണൽ മൊമെന്റ് ഡയഗ്രവും ഉണ്ട്. ബട്ട് ബെൻഡിങ് മൊമെന്റും ടോർഷണൽ മൊമെന്റ്, അതായത് സെന്റർ പോയിന്റില് ഡ്യൂ ടു സിമെട്രി കാരണം ഷിയറും ടോർഷണൽ മൊമെന്റും 0 ആണ്. ബെൻഡിങ് മൊമെന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആണ് എങ്കിൽ ഇങ്ങോട്ടേക്കുള്ള വേരിയേഷൻസ് നമുക്കറിയത്തില്ല. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വേരിയേഷൻ. ബെൻഡിങ് മൊമെന്റ് വേരിയേഷനും ടോർഷണൽ മൊമെന്റ് വേരിയേഷനും നമുക്ക് ഈ ഒരു കർവ്ഡ് ബീമിലെ, സെമി സർക്കിളിലെ കർവ്ഡ് ബീമിലെ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഉള്ളപ്പോഴും ഇതിന്റെ മിഡ് പോയിന്റ് വരുമ്പോഴും 90 ഡിഗ്രിയിലേക്ക് പോകുമ്പോഴും വേരിയേഷൻ എന്താണെന്ന് അറിയത്തില്ല. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഷിയർ ഫോഴ്സ് നമ്മൾ എടുത്തു, W/2 കിട്ടി. നമുക്ക് ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം നമ്മൾ വരച്ചു. ബെൻഡിങ് മൊമെന്റ് M ആയിട്ടായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്ത്. മൊമെന്റ് M0 വെച്ചിട്ടും നമുക്കുണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ് W/2 വെച്ചിട്ടും ഉണ്ട്. സോ M0 കോസ് ആൽഫ -W/2
ആർ സൈൻ ആൽഫ. ടോർഷണൽ മൊമെന്റ് നമ്മൾ ടി ആയിട്ടാണ് ഡിനോട്ട് ചെയ്തത്. മൈനസ് മൈനസ് m0 സൈൻ ആൽഫ പ്ലസ് w/2 r into 1 minus cos alpha. Next, due to symmetry, എന്താ ഫ്ലെക്ചറൽ റൊട്ടേഷൻ ഉണ്ടോ? ഇല്ല. Due to symmetry, flexural rotation equal to 0. That means deflection delta equal to du, total strain energy by dm0. Moment m0 equal to എന്താ? Flexural rotation നമുക്ക് 0 ആണ്. So delta equal to du by dm0 equal to 0. നമുക്ക് strain energy equation അറിയാം, substitute ചെയ്യാം. That means integral എന്താ 0 to half section കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 0 to pi/2 m square by 2ei into ds plus 0 to pi/2 integral t square by 2gj into ds. Deflection delta equal to du by dm0, that is due to symmetry, flexural rotation equal to 0. So നമുക്ക് strain energy equation അറിയാം, m square by 2ei ds plus curved beam ആയതുകൊണ്ട് ടോർഷനോടുണ്ട് t square by 2gj into ds. നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് ഹാഫ് ആണ്, ക്വാർട്ടർ സർക്കുലർ ആണ്. സോ 0 to pi/2. നമുക്ക് ഇനി ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡിഫ്ലക്ഷൻ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ zero equal to integral 0 to pi/2 m square 2m by 2ei into dm by dm0 into ds r d alpha. Arc by radius, angle equal to arc by radius, plus integral 0 to pi/2 t square 2t by 2gj into dt by dm0 into ds r d alpha equal to 2 cancel ആയി, 2 cancel ആയി. ക്ലിയർ അല്ലേ? യെസ്. 1/ei നമുക്ക് പുറത്തെടുക്കാം. 1/ei integral 0 to pi/2 m dm by dm0 into r d alpha plus 1/gj പുറത്തെടുക്കാം. Integral 0 to pi/2 t into dt by dm0 into r d alpha. ക്ലിയർ അല്ലേ? യെസ്. നമുക്കിനി എമ്മിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഈക്വൽ ടു 1/ei ഇന്റഗ്രൽ 0 to pi/2 m എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? m0 cos alpha minus w/2 r sin alpha. m into dm by dm0. So into cos alpha. ഈ ടൈമിനകത്ത് m0 അല്ല, ഈ ടൈമിനകത്ത് മാത്രമേ m0 ഉള്ളൂ. സോ cos alpha into r d alpha. പ്ലസ് നമ്മുടെ ഈ ടൈം കഴിഞ്ഞു. 1/gj 0 to pi/2 integral
ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ടി എന്തായിരുന്നു? മൈനസ് m0 സൈൻ ആൽഫ പ്ലസ് w/2 r into 1 minus cos alpha. Okay, into dt by dm0. ഇതിനകത്ത് m0 വരുന്ന ടൈം, ഈ ടൈമിൽ m0 ഇല്ല, ഈ ടൈമിൽ മാത്രമേ ഉള്ളൂ. സോ മൈനസ് into minus sin alpha. Okay, minus sin alpha into r d alpha. Clear അല്ലേ? Yes. Yes. 0 equal to, നമുക്ക് ഇനി സോറി 0 ഈക്വൽ ടു അല്ല, നമുക്കിപ്പം ഈ ഇക്വേഷൻ കിട്ടി. നമുക്ക് ഇനി ഈ ഐ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, multiplying throughout by ei. ഓക്കെ, നമുക്ക് ei by ജി ജെ എന്ന ടേമിനെ നമുക്ക് ഗാമ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇ ഐ ബൈ ജി ജെ എന്ന ടേമിനെ നമുക്ക് ഗാമ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ 0 ഈക്വൽ ടു ഇ ഐ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ ഐ ബൈ ഇ ഐ പോയി, 0 to pi by 2 m0 cos alpha minus w/2 r sin alpha into cos alpha into r d alpha. ഓക്കെ, നമുക്ക് ഈ ടേം കഴിഞ്ഞു. പ്ലസ് ഇ ഐ ബൈ ജി ജെ. ഇ ഐ ബൈ ജി ജെനെ നമുക്ക് എന്തെഴുതാം? ഗാമ 0 to pi by 2 this time minus m0 sin alpha plus w/2 r into 1 minus cos alpha. Okay, into minus sin alpha into r d alpha. Clear അല്ലേ? Yes. Okay, ഇത്രയും ക്ലിയർ അല്ലേ? യെസ്. നമുക്ക് ഇനി ഒന്ന് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. 0 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 m0 cos alpha into r d alpha. Okay, m0 cos alpha cos square alpha, ഇവിടെ ഒരു r ഉണ്ട്, into r into cos square alpha. കാണാലോ? cos square alpha minus w/2 r sin alpha cos alpha r d alpha. w/2 r square, r into r square sin alpha cos alpha. ഓക്കെ, ഇത്രയും ഇൻറ്റു നമ്മുടെ d alpha പ്ലസ് ഗാമ ഇൻറ്റു 0 to pi by 2. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മൈനസ് m0 sin alpha minus sin alpha r d alpha plus m0 r sin square alpha w/2 r into 1 minus cos alpha minus sin alpha r d alpha. ഓക്കെ, അപ്പൊ എന്താ? മൈനസ്, ഇവിടെ പ്ലസ്, ഇത് മൈനസ്. സോ minus w/2 r square 1 minus cos alpha into sin alpha. മൈനസ് ആണ്. ക്ലിയർ ആയോ നോക്കിക്കേ? r square minus w/2 r square 1 minus cos alpha into sin alpha, ഇത്രയും into d alpha.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഇൻറ്റു സൈൻ ആൽഫ ഇൻറ്റു ഡി ആൽഫ. ഓക്കെ, ഇങ്കായിരുന്നു പ്രശ്നം. ക്ലിയർ അല്ലേ? യെസ്. M0 ആർ സൈൻ സ്ക്വയർ ആൽഫ, സൈൻ സ്ക്വയർ ആൽഫ. ഓക്കെ, ഇപ്പൊ നമ്മൾ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്തു. ഓക്കെ, നമുക്കിനി ഇവിടെ കോസ്ക്വയർ ആൽഫ മൈനസ് W/2 ആർ സ്ക്വയർ സൈൻ ആൽഫ കോസ് ആൽഫ. ടേം നോക്കുക, കോസ്ക്വയർ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. ഇനി നമുക്ക് M0 ആർ സൈൻ സ്ക്വയർ ആൽഫ W/2 ആർ 1 മൈനസ്, ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. സോ 0 ഈക്വൽ ടു 0 ടു π/2 M0 ഇൻറ്റു ആർ കോസ് സ്ക്വയർ ആൽഫ മൈനസ് W/2 ആർ സ്ക്വയർ സൈൻ ആൽഫ കോസ് ആൽഫ, ഓക്കെ, ഇൻറ്റു ഡി ആൽഫ പ്ലസ് ഗാമ ഇൻറ്റു 0 ടു π/2 M0 ആർ സൈൻ സ്ക്വയർ ആൽഫ. ഇത്രയും വരെ പ്രശ്നമല്ല. നമുക്ക് ഇനി ഈ ടേമിന്റെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനാ. മൈനസ് W/2 ആർ സ്ക്വയർ ഇൻറ്റു 1 ഇൻറ്റു സൈൻ, ഓക്കെ, ഇൻറ്റു സൈൻ ആൽഫ മൈനസ് മൈനസ് പ്ലസ് W/2 ആർ സ്ക്വയർ സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ ഇൻറ്റു ഡി ആൽഫ. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താ കോസ് സ്ക്വയർ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ സ്ക്വയർ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ, ഇത്രയും നമുക്ക് പുട്ടു കൊടുക്കണം. ഓക്കെ, കോസ് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ 1 പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ 1 പ്ലസ് കോസ് 2 ആൽഫ ബൈ 2. സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ സൈൻ 2 ആൽഫ ബൈ 2. സൈൻ സ്ക്വയർ ആൽഫയ്ക്ക് എന്താ 1 മൈനസ് കോസ് 2 ആൽഫ ബൈ 2. പിന്നെ എഗെയിൻ നമുക്ക് സൈൻ ആൽഫ കോസ് ആൽഫ വരുന്നുണ്ട്, സൈൻ 2 ആൽഫ ബൈ 2. ഓക്കെ, സൈൻ 2 ആൽഫ ബൈ 2. ഇത്രയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, 0 ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു π/2 M0 into R 0 to π/2 0 equal to R cos സ്ക്വയറിനെ നമുക്ക് എന്ത് എഴുതാം 1 പ്ലസ് കോസ് 2 ആൽഫ ബൈ 2 മൈനസ് W R സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫയ്ക്ക് സൈൻ 2 ആൽഫ ബൈ 2 ഇൻറ്റു ഡി ആൽഫ പ്ലസ് ഗാമ ഇൻറ്റു 0 ടു π/2 ഓക്കെ M0 R സൈൻ സ്ക്വയർ ആൽഫയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം 1 മൈനസ് കോസ് 2 ആൽഫ ബൈ 2 ഓക്കെ മൈനസ് W/2 R സ്ക്വയർ സൈൻ ആൽഫ പ്ലസ് W/2 R സ്ക്വയർ സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ 2 ആൽഫ ബൈ 2 ഇത്രയും ഇൻറ്റു ഡി ആൽഫ ഓക്കെ ഇത്രയും ഇൻറ്റു ഡി ആൽഫ ക്ലിയർ അല്ലേ യെസ് ഓക്കെ നമുക്ക് ഈ ടേം കോസ് സ്ക്വയറിന് നമ്മൾ 1 പ്ലസ് കോസ് 2 ആൽഫ ബൈ 2 കൊടുത്തു സൈൻ ആൽഫ കോസ് ആൽഫയ്ക്ക് സൈൻ 2 ആൽഫ കൊടുത്തു സൈൻ സ്ക്വയർ ആൽഫയ്ക്ക് 1 മൈനസ് കോസ് 2 ആൽഫ ബൈ 2 എഗെയിൻ ഇവിടെ സൈൻ ആൽഫ കോസ് ആൽഫയ്ക്ക് നമ്മൾ സൈൻ 2 ആൽഫ കൊടുത്തു ഓക്കെ യെസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം 0 ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു π/2
m square r by 2 into 1 plus cos 2 alpha minus ഈ 2 ഇങ്ങോട്ട് w r square by 4 sin 2 alpha d alpha plus gamma into 0 to pi by 2 m0 r by 2 into 1 minus cos 2 alpha minus w r square by 2 sin alpha plus w r square by 2 into 2 4 sin 2 alpha into d alpha. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 ഈക്വൽ ടു ഇന്റഗ്രൽ m0 r by 2 1 എന്താ m0 r by 2 1 എന്താ ആൽഫ പ്ലസ് കോസ് 2 ആൽഫ എന്താ സൈൻ 2 ആൽഫ ബൈ 2 ഓക്കെ വിത്ത് ലിമിറ്റ് 0 to pi by 2 minus w r square by 4 sin 2 alpha എന്താ minus cos 2 alpha by 2 with limit 0 to pi by 2 നമ്മുടെ ഈ ടേം കഴിഞ്ഞു പ്ലസ് ഗാമ ഇൻറ്റു ഓക്കെ m0 r by 2 1 എന്താ ആൽഫ മൈനസ് cos 2 ആൽഫ sin 2 alpha by 2 okay with limit 0 to pi by 2 minus w r square by 2 ഈ ടേം okay into sin alpha എന്താ minus cos alpha with limit 0 to pi by 2 plus w r square by 4 sin 2 alpha എന്താ cos 2 alpha by 2 with limit 0 to pi by 2. Clear അല്ലേ? 0 to pi by 2. ഇനി നമുക്ക് എന്താ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ നമുക്കിനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 0 ഈക്വൽ ടു m0 r by 2 ആൽഫ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഓക്കെ ആൽഫ pi by 2 minus 0 plus sin 2 alpha by 2 sin 2 into alpha pi by 2 2 to cancel sin 180 sin 180 0 minus sin 0 0 okay minus w r square by 4 into മൈനസ് ഈ മൈനസോടെ നമുക്ക് ഇവിടെ പ്ലസ് ആക്കാം സോ മൈനസ് നമുക്ക് പുറത്തെടുത്തു cos 2 ആൽഫ ബൈ 2 ഈ 2 നമുക്ക് അങ്ങ് പുറത്തെടുക്കാം 8 ആക്കാം ഓക്കെ ഓക്കെ 8 ആക്കാം സോ നമുക്ക് cos 2 ആൽഫ പൈ ബൈ 2 ആകുമ്പോൾ എന്താ cos pi that is 180 it is minus 1 minus lower limit cos 0 1 okay plus gamma into m0 r by 2 okay limit alpha pi by 2 minus 0 okay minus sin 2 alpha by 2 pi by 2 sin 180 0 minus 0 okay minus w r square by 2 ഈ മൈനസോടെ നമുക്ക് പ്ലസ് ആക്കാം cos ആൽഫ okay cos ആൽഫ cos pi by 2 cos 90 0 minus cos 0 1 lower limit plus w കാണത്തില്ല ഓക്കെ ആർ സ്ക്വയർ ബൈ 4 ഈ 2 പുറത്തെടുക്കുമ്പോൾ 8 ഓക്കെ ഈ മൈനസ് പുറത്തെടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ മൈനസ് ഓക്കെ w ആർ സ്ക്വയർ ബൈ 8 ക്ലിയർ അല്ലേ
ഇൻറ്റു ബ്രാക്കറ്റിൽ കോസ് 2 ആൽഫ ഇൻറ്റു പൈ ബൈ 2 കോസ് 180 മൈനസ് 1 മൈനസ് ലോവർ ലിമിറ്റ് കോസ് 0 1. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 0 ഈക്വൽ ടു m0 r, ഇത് 0 0 ക്യാൻസൽ ആയിപ്പോയി, സോ പൈ ബൈ 2 മാത്രം. പൈ ബൈ 2 ഇൻറ്റു പൈ ബൈ 2 പ്ലസ് w r square by 8 minus 1 into minus 2 plus gamma into m0 r by 2 0 0 poi into pi by 2 plus plus w r square by 2 into 0 minus 1 minus w r square by 8 into minus 1 into minus 2. Okay, 0 equal to m0 r pi by 2 by 2. m0 r pi by 4 minus 2 ആകുമ്പോൾ minus 2 cancel 4 w r square by 4 plus gamma m0 r pi by 4 ഇത് മൈനസ് ആകുമ്പോൾ മൈനസ് w r square by 2 മൈനസും ഈ മൈനസും കൂടെ പ്ലസ് w r square by 2 8 ക്യാൻസൽ ആയി 4. ഓക്കെ, ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. 0 ഈക്വൽ ടു m0 r pi by 4 minus w r square by 4 plus gamma into ഇത്. So m0 r pi gamma by 4 minus w r square by 2 into gamma plus w r square by 4 into gamma. ഓക്കെ, ബൈ 4 into gamma. ഇതിനകത്ത് എല്ലാത്തിനകത്തും നമുക്ക് r ടേം 6 കോമൺ ആണ്. ഇതിനകത്ത് 6, ഇതിനകത്ത് 6, ഇതിനകത്ത് 6. ഓക്കെ, നമുക്ക് ക്യാൻസൽ ചെയ്യാം 6. സോ 0 0 ഈക്വൽ ടു 6 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ m0 പൈ ബൈ 4 മൈനസ് ഇതിനകത്ത് ഒരാറ് പോയി റിമൈനിങ് 6 ഉണ്ട് w r ബൈ 4 പ്ലസ് ഇതിനകത്ത് 6 പോയി m0 6 പോയി പൈ ഗാമ ബൈ 4 മൈനസ് ഇതിനകത്ത് ഒരാറ് പോയി w r ബൈ 2 ഗാമ പ്ലസ് ഇതിനകത്ത് ഒരാറ് പോയി w r ഗാമ ബൈ 4. ക്ലിയർ അല്ലേ? m0 വരുന്ന ടൈം ഇത് രണ്ടുമാണ്. നമുക്കതിനെ m0 പൈ ബൈ 4 ഇത് പ്ലസ് m0 പൈ ഗാമ ബൈ 4 മൈനസ് w r ബൈ 4 മൈനസ് w r ഗാമ ബൈ 2 പ്ലസ് w r ഗാമ ബൈ 4. ഓക്കെ, ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് m0യും പൈയും 4ഉം കോമൺ ആണ്. സോ 0 ഈക്വൽ ടു m0 പൈ ബൈ 4 റിമൈനിങ് എന്താ 1 പ്ലസ് ഗാമ മൈനസ് പുറത്തെടുത്തു. ഇനി w r എല്ലാത്തിനകത്തും കോമൺ ആണ്. ബൈ 4 നമുക്ക് എടുക്കാം. മൈനസ് w r ബൈ 4 കോമൺ ആയിട്ട് എടുത്തു. സോ ഇതിനകത്ത് 1 പ്ലസ് 2r അല്ലേ. ഇതിനകത്തുനിന്ന് നമ്മൾ w r ബൈ 2 ഗാമ 2r അല്ല 2 ഗാമ നമ്മൾ w r ബൈ 4 എടുത്തു. സോ 2 ഗാമ മൈനസ് ഇതിനകത്തുനിന്ന് w r ബൈ 4 എടുത്തു. സോ ഗാമ മൈനസ് ആണ് എടുത്തത്. സോ ഇവിടെ മൈനസ് വരും. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. 0 ക്ലിയർ അല്ലേ?
0 equal to oh my god, equal to m0 pi by 4 m0 pi by 4 into 1 plus gamma minus WR by 4 1 plus 2 gamma minus gamma 1 plus gamma. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. 1 plus gamma 1 plus gamma കോമൺ ആണ്. ഓക്കെ, ഇതിനകത്ത് 4 ഇതിനകത്ത് 4 നമുക്കപ്പോൾ അത് കോമൺ ആയിട്ട് എടുക്കാം. സോ 0 ഈക്വൽ ടു 1 plus gamma by 4. ഇതിനകത്ത് എന്താ m0 pi by 4 മൈനസ് ഇതിനകത്തുനിന്ന് WR. ഓക്കെ, ഇതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 0 by 1 plus gamma by 4 0 ആവും. ഈക്വൽ ടു m0 pi by 4 മൈനസ് WR. ഓക്കെ, 0 ഈക്വൽ ടു m0 pi by 4 minus WR. That is m0 pi by 4 equal to WR. m0 equal to സോറി, നമുക്ക് ഇവിടെ ഒരു തെറ്റ് പറ്റിയില്ലേ. 1 plus gamma by 4 ഇതെടുക്കുമ്പം നമുക്ക് m0 പൈയേ ഉള്ളൂ. തെറ്റിപ്പോയി, m0 പൈ. ഓക്കെ, ഇവിടെ ബൈ 4 ഇല്ല, ഇവിടെ എഴുതിയപ്പോഴാണ് മനസ്സിലായി. ഓക്കെ, m0 പൈ ഈക്വൽ ടു WR. സോ m0 ഈക്വൽ ടു WR by പൈ. ഓക്കെ, ഫൈനലി m0 ഈക്വൽ ടു WR by പൈ. m0 equal to WR by pi. ഓക്കെ, നമുക്ക് m0 ഈക്വൽ ടു WR by pi ആണ്. അതായത് ഹിയർ m0 ഈക്വൽ ടു WR by pi. നമുക്കിനി ആൽഫ 90 ആവുമ്പോൾ, ഓക്കെ, ആൽഫ ഈക്വൽ ടു 90 ആൽഫ ഈക്വൽ ടു 90 ആവുമ്പം ഉള്ള വാല്യൂ, സോറി, ആൽഫ ഈക്വൽ ടു 90 ആണ്. ദാറ്റ് മീൻസ് ഹിയർ നമുക്ക് ആവുമ്പം എമ്മിന്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എന്നിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. എമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എം ഈക്വൽ ടു m0 കോസ് ആൽഫ മൈനസ് W/2 R സൈൻ ആൽഫ. ഓക്കെ, m0 നമുക്ക് കിട്ടിയിട്ടുണ്ട്. എം ഈക്വൽ ടു m0ക്ക് പുട്ട് കൊടുക്കാൻ WR by പൈ ഇൻറ്റു കോസ് ആൽഫ മൈനസ് W/2 ഇൻറ്റു R സൈൻ ആൽഫ. ഇനി നമുക്ക് എന്താ അറ്റ് ആൽഫ ഈക്വൽ ടു 90 ആവുമ്പോൾ ഉള്ളത് ചെക്ക് ചെയ്യാം. 90 ആവുമ്പോൾ ഉള്ള വാല്യൂ വേരിയേഷൻ നമുക്ക് നോക്കാം. എം ഈക്വൽ ടു WR by പൈ കോസ് 90 മൈനസ് W/2 R സൈൻ 90. ഓക്കെ, എം ഈക്വൽ ടു കോസ് 90 0, നമുക്ക് ഈ ടൈം പോയി, സൈൻ 90 1. സോ നമുക്ക് കിട്ടിയ ആൻസർ മൈനസ് W/2 R. ഓക്കെ, ആൽഫ 90 ആവുമ്പോൾ നമുക്ക് എമ്മിന്റെ വാല്യൂ മൈനസ് W/R. ഓക്കെ, നമുക്ക് ഇനി പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷനൂടെ ചെക്ക് ചെയ്യാം. ടു ഗെറ്റ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ, ഓക്കെ, എം ഈക്വൽ ടു 0 ആണല്ലോ കണ്ടീഷൻ. ഓക്കെ, ടു ഗെറ്റ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എം ഈക്വൽ ടു ബെൻഡിങ് മൊമെന്റ് എം ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നമ്മുടെ എമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എം ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് m0 കോസ് ആൽഫ മൈനസ് W/2 R സൈൻ ആൽഫ. ഓക്കെ, 0 ഈക്വൽ ടു m0 എന്തായിരുന്നു? WR by പൈ കോസ് ആൽഫ മൈനസ് W/2 R സൈൻ ആൽഫ.
Clear? Okay. W by R pi cos alpha equal to W by 2 R sin alpha. W R W R. Okay. Cos alpha by pi equal to sin alpha. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഓക്കെ. സൈൻ ആൽഫ ബൈ 2 ഉണ്ട്. ഓക്കെ. സൈൻ ആൽഫ ബൈ 2 ബൈ 2 ഇങ്ങോട്ട് പോയി പൈ. 2 ബൈ പൈ. സൈൻ ബൈ കോസ് എന്താ? യാ, ടാൻ. ടാൻ ആൽഫ ഈക്വൽ ടു 2 ബൈ പൈ. ഓക്കെ. Then find out alpha. Alpha equal to tan inverse 2 by pi. Answer on the calculator check ചെയ്തേ. 2 by 2 by pi 0.6366. Tan inverse 0.6366. 32.4816. Alpha equal to, okay, finally alpha equal to 32.48 degree. Okay. ബെൻഡിങ് മൊമെന്റ് 0 ആവുന്നത് ആൽഫ ഈക്വൽ ടു 32.48 ഡിഗ്രി. ഓക്കെ. നമുക്ക് ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. നമുക്ക് ആൽഫ 90 ആവുമ്പം എം -w/2 r ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ പോയിന്റിലെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WR/π ആണ്. 90 ഡിഗ്രിയിൽ -w/2 r ആണ്. ബെൻഡിങ് മൊമെന്റ് 0 ആവുന്നത് ആൽഫ 32.48 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് വേരിയേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ. വരയ്ക്കാമേ. ഓക്കെ. സെമി സർക്കിൾ. ക്ലിയർ അല്ലേ? Oh my god. Okay. This is B. This is A. Clear അല്ലേ? അതും ക്ലിയർ അല്ല. Okay, is it clear? Yeah. Okay, this is A and this is B. Okay, നമ്മൾ സെന്റർ പോർഷൻ O, ദിസ് ഈസ് C ആയിട്ടായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഓക്കെ, C പോർഷൻ ആയിട്ടായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അവിടെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് എത്രയായിരുന്നു? WR/m0 ആണ്. m0 നമുക്ക് അവിടെ WR/π. ഓക്കെ, നമുക്ക് ഇനി ആൽഫ ആവുമ്പോ ആൽഫ 32.48 ഡിഗ്രി 32.48 ഡിഗ്രിയില് ബെൻഡിങ് മൊമെന്റ് 0 ആണ്. ഓക്കെ, നമ്മൾ ഹാഫ് എടുത്തായിരുന്നു വരച്ചത്. അപ്പം ഈ സൈഡും ആൽഫ ഈക്വൽ ടു എത്ര? 32.48 ഡിഗ്രി. ആൽഫ അത്രയാവുമ്പോൾ ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അതായത് ഈ പോയിന്റും ഈ പോയിന്റും. ക്ലിയർ? ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് സിയില് m0 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. m0 ആയിരുന്നു. ഇറ്റ് ഈസ് WR/π. ഇവിടെ എഴുതാം m0 ഇസ് ഈക്വൽ ടു WR/π. സോ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് m0 ഒന്ന് ഡിനോട്ട് ചെയ്യാം. m0 സി പോയിന്റിൽ. ഓക്കെ, ഇനി നമുക്ക് ആൽഫ 90 ആയപ്പോ, ആൽഫ 90 ഡിഗ്രി ആയപ്പോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -WR/2 ആയിരുന്നു. ഓക്കെ, ഇവിടെ ആൽഫയില് m0. ഓക്കെ, അറ്റ് സിയില് m0 എത്രയും. ഇവിടെ നമുക്ക് എത്രയായിരുന്നു വന്നത്? ആൽഫ 90 ഡിഗ്രി ആകുമ്പോൾ
WR/2. WR/2 എന്ന് വെച്ചാൽ ഇവിടെയും WR/2. ഓക്കെ, ഓക്കെ. ഇവിടെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് 0 ആണ്. ഓക്കെ, ഇത്രയും WR/2. ഓക്കെ, ഇത്രയും WR/2. ഇവിടെ ക്ലിയർ അല്ലേ? WR/2. ഓക്കെ, ദിസ് പോയിന്റ്. ഓക്കെ, ഇത് നമ്മുടെ M0 ആണ്. ഇറ്റ് ഈസ് ദിസ് ഈസ് M0. സി പോയിന്റ് ആണ് M0. ഓക്കെ, ഇത് ബെൻഡിങ് മൊമെന്റ് 0, ദിസ് ഈസ് ബെൻഡിങ് മൊമെന്റ് 0. ക്ലിയർ ആണല്ലോ? ഓക്കെ, കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ അതിന്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചേക്കാം. ഓക്കെ, ഓക്കെ, ഇത് ഇവിടെയും ബെൻഡിങ് മൊമെന്റ് 0. ദാറ്റ് മീൻസ് ആൽഫ 32.48 ഡിഗ്രിയിൽ ഇവിടെ നമുക്ക് ആൽഫ 90യില് WR/2 മൈനസ് ആണ്. സോ നെഗറ്റീവ്. ഇവിടെയും WR/2 നെഗറ്റീവ് ആണ്. സോ ദിസ് ഇസ് നെഗറ്റീവ്. ഇവിടെ M0 നമുക്ക് കിട്ടിയിരിക്കുന്ന WR/π നമുക്ക് പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ്. ക്ലിയർ? ഇത്രയുമാണ്. M0 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? M0 ഈക്വൽ ടു WR/π. ഓക്കെ, ഇവിടെ ബെൻഡിങ് മൊമെന്റ് M ഈക്വൽ ടു 0. അറ്റ് ആൽഫ 32.48 ഡിഗ്രി. ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ടോർഷണൽ മൊമെന്റ്. ടോർഷണൽ മൊമെന്റ് ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. T ഈക്വൽ ടു -M0 സൈൻ ആൽഫ പ്ലസ് W/2 R ഇൻറ്റു 1 - കോസ് ആൽഫ. ഇതായിരുന്നു നമുക്ക് കിട്ടിയ ഇക്വേഷൻ. നമ്മളിതിൽ M0 ഫൈൻഡ് ഔട്ട് ചെയ്തു, WR/π. ഓക്കെ, നമുക്ക് അതുപോലെ അറിയാം, നമ്മൾ കൺസിഡർ ചെയ്ത സെന്റർ പോർഷൻ സിയിൽ ബെൻഡിങ് മൊമെന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്തോളൂ. ദാറ്റ് ഈസ് M0. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു WR/π. ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെന്റും 0 ആണെന്ന്. ഓക്കെ, T ഈക്വൽ ടു 0 അറ്റ് സെക്ഷൻ സി. സെന്റർ പോർഷനിൽ T0 ആണ്. ദെൻ ആൽഫയില് ഓക്കെ അറ്റ് ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി. ആൽഫ 90 ഡിഗ്രി ആവുമ്പോ T എന്താവും? ഓക്കെ, ആൽഫ 90 ഡിഗ്രി ആവുമ്പോ T എന്താ? T ഈക്വൽ ടു ആൽഫ 90 ഡിഗ്രി ദെൻ T ഈക്വൽ ടു -M0 സൈൻ 90 പ്ലസ് W/2 R ഇൻറ്റു 1 - കോസ് 90. ക്ലിയർ ആണോ? ഓക്കെ, -M0 സൈൻ 90. ആൽഫ 90 ആവുമ്പോ സൈൻ 90 എന്താ? 1. കോസ് 90 എന്താ? 0. സോ T ഈക്വൽ ടു 1 -M0 പ്ലസ് കോസ് 90 0 W/2 R. ഓക്കെ,
then t equal to minus m0 എന്താ wr by pi plus w by 2r. That is wr common ആണ്, wr എടുത്തു, minus 1 by pi plus 1 by 2. That is t equal to w by r into എന്താ വരുന്നത് into 2 pi pi minus 2 by 2 pi അല്ലേ? യെസ്, പൈ മൈനസ് 2 by 2 pi എത്രയാ വാല്യൂ കിട്ടുന്നത്? ഒന്ന് കാൽക്കുലേറ്റർ ചെയ്തേ. പൈ മൈനസ് 2 divided by 2 pi. It is 0.18 കാണാമോ? 0.18169. Okay, t equal to 0.1817 WR. എപ്പോ? ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി. ഇവിടെ ആൽഫ 90 ഡിഗ്രി ആവുമ്പം 0.1817 WR. സെന്റർ ഈ പോയിന്റില് ടി ഈക്വൽ ടു 0. നമുക്ക് അങ്ങനെയാണ് എങ്കിൽ ടി മാക്സിമം ഇൻ ബിറ്റ്വീൻ മാക്സിമം എവിടെ? ഇവിടെ 0, ഇവിടെ 0.1817 WR ആണ്. ഇനി നമുക്ക് അങ്ങനെയാണ് മാക്സിമം വാല്യൂ വരുന്നത് എവിടെയാണെന്നൊന്ന് നോക്കാം. ടി മാക്സിമം, ടി ഈസ് മാക്സിമം അറ്റ് ആൽഫ. ആൽഫ എവിടെ എത്തുമ്പോഴാണ് ടി മാക്സിമം ആവുന്നത്? ഡി ടി ബൈ ഡി ആൽഫ ഈക്വൽ ടു 0. dt by d alpha equal to 0. ഓക്കെ, നമ്മുടെ ടീന്റെ ഇക്വേഷൻ ഇതാണ്, ശ്രദ്ധിക്കുക. സോ മൈനസ് നമുക്ക് m0 എന്താ? wr by pi. ഓക്കെ, സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് w by 2r 10 minus cos alpha minus sin alpha minus so plus sin alpha. Okay, wr cos alpha by pi equal to wr by 2 sin alpha. Okay, ഇതിനകത്ത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. wr ക്യാൻസൽ ആയിപ്പോയി. സോ 2 ഇങ്ങോട്ടേക്ക് വരും. സൈൻ ആൽഫ ബൈ, ക്ലിയർ അല്ലേ? സൈൻ ആൽഫ ബൈ കോസ് ആൽഫ, സൈൻ ആൽഫ by cos alpha equal to 2 by pi. That means tan alpha equal to 2 by pi. Then alpha equal to tan inverse 2 by pi. Tan inverse 2 by pi എത്രയാണ്? നമുക്ക് മുമ്പേ കിട്ടിയതാണ്. 32.48 ഡിഗ്രി. 32.48 ഡിഗ്രി. ഓക്കെ, ടി മാക്സിമം എത്തുന്നത് ആൽഫ 32.48 ഡിഗ്രിയിൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ 32.48 ഡിഗ്രിയിൽ ടി മാക്സ് എത്രയാന്ന് നോക്കാം. ടി മാക്സിമം ഈക്വൽ ടു, ദാറ്റ് ഈസ് ടി മാക്സ് ഈക്വൽ ടു മൈനസ് WR m0 WR by pi സൈൻ 32.48 ഡിഗ്രി പ്ലസ് WR by 2 into 1 minus cos 32.48 ഡിഗ്രി. എത്ര വരും? സൈൻ 32 കോസ് 32 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടി മാക്സ് ഈക്വൽ ടു മൈനസ് 0.09268 WR. ടി മാക്സിമം ഈക്വൽ ടു മൈനസ് 0.09268 WR ആണ് മാക്സിമം. ഓക്കെ, നമുക്ക് മാക്സിമം ആൽഫ ഈക്വൽ ടു 32.48 ഡിഗ്രിയിലാണ് മാക്സിമം നെഗറ്റീവ് വാല്യൂ ആണ്. 90 ഡിഗ്രിയിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു 0 വാല്യൂ വരും. സോ നമുക്ക് അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ നമുക്ക് ബെൻഡിങ് മൊമെന്റ്
ബെൻഡിങ് മൊമെന്റ് 0 ആയ സ്ഥലം, ബെൻഡിങ് മൊമെന്റ് 0 ആയത് എന്തായിരുന്നു? ആൽഫ ഈക്വൽ ടു 32.48 ഡിഗ്രിയിലായിരുന്നു. ബെൻഡിങ് മൊമെന്റ് 0 ആയ സ്ഥലത്താണ് ടോർഷണൽ മൊമെന്റ് നമുക്ക് മാക്സിമം ആയിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്കിനി T0 ആവുന്ന ഒരു പോർഷനും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദസ് നമുക്കൊരു കാര്യം പറയാം. ടോർഷണൽ മൊമെന്റ് ഈസ് മാക്സിമം at the section where bending moment is 0. ഓക്കെ, ഇനി നമുക്ക് T0 ആവുന്ന പോർഷൻ, T0 at alpha given by, ഓക്കെ, 0 ഈക്വൽ ടു നോക്കാം. ടിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? -m0 sin alpha plus w/2r 1 minus cos alpha. 0 ഈക്വൽ ടു m0 എന്തായിരുന്നു? -wr/π sin alpha plus w/2r into 1 minus cos alpha. ഓക്കെ, ഇതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. wr/π sin alpha ഈക്വൽ ടു w/2r 1 minus cos alpha. WR ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സൈൻ ആൽഫ ബൈ പൈ ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ ബൈ 2. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്നുകൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ ആൽഫ ബൈ 1 മൈനസ് കോസ് ആൽഫ ഈക്വൽ ടു പൈ ബൈ 2. ഓക്കെ, സൈൻ ആൽഫയെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം സൈൻ 2 ആൽഫ ആണ് 2 സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ആൽഫ എന്താ? 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, നമുക്ക് സൈൻ ആൽഫയെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് ആൽഫ. സൈൻ സ്ക്വയർ ആൽഫ എന്താ? 1 മൈനസ് കോസ് 2 ആൽഫ ബൈ 2. അപ്പൊ നമ്മുടെ 1 മൈനസ് കോസ് ആൽഫ, നമുക്ക് 1 മൈനസ് കോസ് ആൽഫയാണ്, അല്ല 2 സൈൻ സ്ക്വയർ ആൽഫയാണ് 1 മൈനസ് കോസ് 2 ആൽഫ. നമുക്ക് വേണ്ടത് 1 മൈനസ് കോസ് ആൽഫ. അപ്പം 1 മൈനസ് കോസ് ആൽഫ എന്താ? 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2. ക്ലിയർ? സോ 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഈക്വൽ ടു പൈ ബൈ 2. മാക്സ് ആണേ. ക്ലിയർ? 2 ക്യാൻസൽ ചെയ്യാം. സൈൻ ആൽഫ ബൈ 2, ഇതിനകത്തുനിന്ന് ഒരു സൈൻ ആൽഫ ബൈ 2. അപ്പൊ കോസ് ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 ബൈ സൈൻ ആൽഫ ബൈ 2. ഇത്രയും ക്ലിയർ ആണേ. മാത്തമാറ്റിക്സ് ശ്രദ്ധിക്കണം. ഈക്വൽ ടു പൈ ബൈ 2. കോസ് ബൈ സൈൻ ഈക്വൽ ടു പൈ ബൈ 2. നമുക്ക് ഒന്നുകൂടി ഇതിനെ ഒന്ന് റിവൈസ് ചെയ്യാം. സൈൻ ബൈ കോസ് ആക്കാം. അപ്പൊ ഇത് നമുക്ക് തിരിച്ചു വരും. സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 ഈക്വൽ ടു എന്താ? പൈ ബൈ 2 മാറി 2 ബൈ പൈ. സൈൻ ബൈ കോസ് എന്താ? ടാൻ. ടാൻ ആൽഫ ബൈ 2 ഈക്വൽ ടു 2 ബൈ പൈ. ദെൻ ആൽഫ ബൈ 2 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 ബൈ പൈ. ഓക്കെ, ദെൻ ആൽഫ ഈക്വൽ ടു, കാൽക്കുലേറ്റർ എടുത്ത എല്ലാവരും ആൽഫ കണ്ടുപിടിച്ചേ. 2 ബൈ പൈ. ടാൻ ഇൻവേഴ്സ് 2 ബൈ പൈ ഇൻറ്റു 2. 64.96 ഡിഗ്രി. 64.964 ഡിഗ്രി. ഓക്കെ, T0 ആവുന്നത് ആൽഫ 64.964 ഡിഗ്രിയിൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം T0 ആവുന്നത്, T മാക്സിമം എത്തിയേക്കുന്നത്, ബെൻഡിങ് മൊമെന്റ് 0 ആവുന്നിടത്താണ് മാക്സിമം ടോർഷൻ വന്നിരിക്കുന്നത്. ആൽഫ 90 ഡിഗ്രി ആവുമ്പം T എത്രയാണ്? അറ്റ് സെന്റർ പോർഷനിലെ T എത്രയാണ്? നമുക്കിനി
ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം ഡ്രോ ചെയ്യാം. ഓക്കെ, ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെന്റർ പോർഷൻ. ദിസ് ഈസ് ഒ, ദിസ് ഈസ് ബി, ദിസ് ഈസ് എ. ഇതാണ് നമ്മുടെ സി പോർഷൻ. നമുക്ക് സി പോർഷനിൽ ടി 0 ആണ്. അതുപോലെ നമുക്ക് ടി ആൽഫ 32.48 നമുക്ക് ടി മാക്സിമം വാല്യൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് ടി 64 ഓക്കെ, ദിസ് ഈസ് 64. ഇപ്പുറത്തെ സൈഡിലേക്ക് കാണിക്കാം. ടി 64 ഓക്കെ. ദിസ് ഈസ് ആൽഫ 32, ഇത് 64.96. ഇത് നമ്മുടെ ആൽഫ 32. ഓക്കെ, ഇവിടെ നമുക്ക് മാക്സിമം വാല്യൂ ആണ്. ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. സോ നമ്മുടെ ഡയഗ്രാം ഇങ്ങനെ വരും. 0യിൽ നിന്ന് ഓക്കെ, ഇത് സിയില് 0, ഇവിടെ 0, ഇവിടെ നമ്മുടെ മാക്സിമം വാല്യൂ. ഹിയർ നമുക്ക് മാക്സിമം വാല്യൂ, ഇവിടെ നമ്മുടെ 0. ഓക്കെ, ഇവിടെ നമുക്ക് എത്രയായിരുന്നു? ആൽഫ 90യിൽ നമുക്ക് 0.1817 WR 0.1817 WR ആയിരുന്നു. ടി മാക്സിമം നമുക്ക് വന്നേക്കുന്നത് 0.09268, അത് മൈനസ് ആയിരുന്നു. ഹിയർ ഇറ്റ് ഈസ് മൈനസ്. ഇവിടെ നമുക്ക് ടി 0 ആണ്, പക്ഷെ ആൽഫ 64.96 ആണ്. ഓക്കെ, ദിസ് ഈസ് ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? എ ബി ആൽഫ 90 ഡിഗ്രിയിൽ 0.1817 WR ആണ്. അത് കഴിഞ്ഞിട്ട് ആൽഫ 64.96 ടി 0 ആണ്. എന്നാൽ ആൽഫ 32.48 ടി മാക്സിമം വാല്യൂ ആണ്. ഹിയർ ഇതാണ് മാക്സിമം വാല്യൂ, 0.09268 WR. അത് നെഗറ്റീവ് ആണ്. സോ ഇവിടെ നമ്മൾ നെഗറ്റീവ് കാണിക്കുക. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആണ് മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത്. ദെൻ അറ്റ് സിയില് ടി 0 ആണ്. ഓക്കെ, ഇത്രയാണ് ടോർഷണൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ നമ്മൾ ഈ സെമി സർക്കുലർ ബീം ഫിക്സ്ഡ് അറ്റ് 2 ആൻഡ് സബ്ജക്ട് ടു സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡിൽ നമ്മൾ ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റിന്റെ ഡയഗ്രാം, ടോർഷണൽ മൊമെന്റിന്റെ ഡയഗ്രാം വരച്ചു. ഈ മൂന്ന് പാർട്ടായിട്ടുണ്ട്. ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു ആദ്യം, പിന്നെ ബെൻഡിങ് മൊമെന്റ് നമ്മൾ 0 ഉള്ളതും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സിലും മാക്സിമം. ടോർഷണൽ മൊമെന്റും നമ്മൾ പല വേരിയേഷനിൽ, സെൻട്രൽ പോർഷനിലും മിഡ് പോർഷനിലും മാക്സിമം വരുന്നത് ആൽഫ 90 ഡിഗ്രിയിൽ വേരിയേഷൻസ് കണ്ടു. എന്നിട്ട് നമ്മൾ മൊമെന്റ് ഡയഗ്രാംസ്, ടോർഷണൽ മൊമെന്റ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും വരച്ചു. മാത്തമാറ്റിക്സ് ആപ്ലിക്കേഷൻ ഒരുപാട് വരുന്നുണ്ട്. കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, ഡിറൈവ് ചെയ്ത് നോക്കുക. ഹാവ് എ നൈസ് ഡേ.